ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീരാൻ രവീന്ദ്രൻ്റെ ഫാമിലിയെ മൊത്തം ആ കല്യാണത്തിൽ വെച്ച് കാണുവാണ്. അത് കാണുന്നതോടെ ബീരന് ഭയങ്കര ടെൻഷനാവുകയാണ്. കാരണം ബീരാനെ എങ്ങാനും അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ശ്രുതിയുടെ കള്ളത്തരമൊക്കെ പൊളിയുമെന്ന് ബീരാനും അറിയാം. അതുമാത്രമല്ല ബീരാനും ഒരു നാണക്കേടാണല്ലോ, താനും ഒരു കള്ളക്കളിക്ക് കൂട്ടു നിന്നു എന്നുള്ളൊരു പേരും വരും. പെണ്ണിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ തനിക്കൊരു ചീത്ത പേരുണ്ടാവുകയും ചെയ്യുന്നൊക്കെ ആലോചിക്കുമ്പോഴേക്കും ബീരനെ ഭയങ്കര ടെൻഷനാവുകയാണ്. അപ്പോൾ ശ്രുതിയെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ബീരാൻ ശ്രുതിയെ വിളിക്കുന്ന ടൈമിൽ ശ്രുതി കോൾ എടുക്കുന്നില്ലേ, കാരണം പെണ്ണിനെ മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ ബീരാനെ കോൾ എടുക്കാണ്ടാകുമ്പോൾ വീണ്ടും ടെൻഷനാവുകയാണ്. ഇനി എന്ത് ചെയ്യും, ശ്രുതി വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ. ഇവരുടെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് ബീരാൻ അടുക്കളയിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനും സച്ചിയും രേവതിയും കൂടി അശോകൻ അങ്കിളിന് പൈസ കൊടുക്കുവാണ്. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, എന്താ രവി ഇത്, എനിക്കിതൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല അശോക, നിനക്ക് ഒരുപാട് ചിലവുകളൊക്കെ ഉള്ളതല്ലേ, ഇത് വെച്ചേക്കെന്ന് പറയുമ്പോഴേക്കും അശോകൻ പറയും, ഇത് ഒരുപാട് കാശുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തരുന്നു, അത് നീ മേടിക്കണം. അപ്പോൾ അശോകൻ എന്നിട്ട് മേടിക്കുന്നില്ലേ. അശോകൻ പറയുന്നുണ്ട്, ഈ കല്യാണത്തിൻ്റെ പകുതി ചിലവ് നോക്കുന്നത് നിങ്ങൾ തന്നെയാണ്, അതിൻ്റെ പുറമേ ഇനി ഈ കാശും കൂടി ഞാൻ മേടിക്കണോ രവീന്ദ്ര എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേടാ ഞാൻ തരുന്നത്, നീ മേടിക്ക്, നിനക്ക് ഇത്രയും കാശും മേടിക്കാൻ മടിയാണെങ്കിൽ നിൻ്റെ കയ്യിൽ ഉണ്ടാവുമ്പോൾ എനിക്ക് തിരിച്ചതാ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കാം എന്ന് പറയുമ്പോഴേക്കും അശോകൻ അങ്കിള് പറയുന്നുണ്ടേ, രവി നിനക്ക് എന്താ ആവശ്യം വരാനാടാ, നിൻ്റെ മക്കൾ നിനക്ക് പൈസക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പോകുന്നില്ല, അങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നിനക്ക് വരാനും നിൻ്റെ മക്കൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രന് ഭയങ്കര സന്തോഷമാവാണ്. ചന്ദ്രയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുവാണ്. ചന്ദ്ര ശ്രീകാന്തിനോട് വർഷനോടായിട്ട് പറയുന്നുണ്ട്, അയാൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ ഇത് എന്താണ് നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുക്കുക, ആ പൈസ മേടിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ അച്ഛൻ സ്നേഹത്തിൻ്റെ പുറത്ത് കൊടുക്കുന്നതല്ലേ, കൊടുക്കട്ടെ, അതിന് അമ്മയ്ക്ക് എന്താന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇങ്ങനെ കുറേ പേർക്ക് കടമായിട്ട് കൊടുത്തിട്ടുണ്ട്, അവരൊന്നും ഇന്നേ വരെ ഒറ്റ പൈസ തിരിച്ചു തന്നിട്ടില്ല, ഇതും അതുപോലെ തന്നെ ആയിരിക്കും, തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അശോകം മേടിക്കുന്നത്, തരാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അമ്മേ തരാൻ വേണ്ടി കൊടുക്കുന്നതിൻ്റെ പേര് കടവ, ഇത് സ്നേഹത്തിൻ്റെ പുറത്ത് കൊടുക്കുന്നതാ, ഇത് തിരിച്ച് കിട്ടിയില്ലെങ്കിലും അങ്കിളിനൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, അങ്ങനെ ആൻറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്. ഓ ഇവരോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല, എന്തിനും ഏതിനും ഒരു മറുപടി ഉണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അശോകൻ അങ്കിൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജീവനല്ല, അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, അപ്പോൾ അച്ഛൻ ഉള്ളതുപോലെയൊക്കെ ചെയ്യട്ടെ അമ്മേ, അമ്മ ഇങ്ങനെ അസൂയപ്പെടുന്നത് എന്തിനാന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ രവീന്ദ്രൻ അശോകന് കാശൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അശോകൻ പറയും, നിങ്ങൾ പോയി ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാറുന്നില്ലേ, നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പോയി കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, വാട സച്ചി എന്നാൽ നമുക്ക് പോയി കഴിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, ഞാൻ ശ്രുതി വന്നിട്ട് ഒന്നിച്ച് കഴിച്ചോളാം, ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നോളാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ശ്രീകാന്തിനെയൊക്കെ വിളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വർഷയെ വിളിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ കൂടെ കഴിച്ചോളാം എന്ന്. അങ്ങനെ പെണ്ണുങ്ങൾ 4 പേരും അവിടെ ഇരിക്കുവാണ്, ആണുങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ മേക്കപ്പ് ഒക്കെ കഴിയുമ്പോഴേക്കും ശ്രുതി മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ബീരാൻ വിളിച്ചപ്പോൾ കോൾ എടുത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ബീരാനെ തിരിച്ചു വിളിക്കുവാണ്. അപ്പോൾ ബീരാൻ ശ്രുതിയുടെ കോള് കാണുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ദേ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയും, എനിക്ക് ഉടനെ ശ്രുതിയെ കാണണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഞാനൊരു ഫംഗ്ഷനില്ല അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കാണണമെന്ന് പറഞ്ഞത്, ഞാനും ഈ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുവാണ്. ശ്രുതിക്ക് അപ്പോൾ ഭയങ്കര ഷോക്കാവുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ബീരാൻ ഈ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതിയും ബീരാനും കൂടി ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ആ ഹോളിൽ തന്നെ ആരും കാണാത്ത ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കുവാണ്. ശ്രുതി ബീരാനെ കാണുമ്പോഴേക്കും പറയുന്നുണ്ട്, ബീരാൻ എന്താ ഇവിടെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, കാരണം എൻ്റെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോകുന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, ഞങ്ങൾ പോകാനോ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കല്യാണം, അങ്കിളിൻ്റെ ഒറ്റ സുഹൃത്താ ഈ പെണ്ണിൻ്റെ അച്ഛൻ, അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലിയോടെ തന്നെ ഈ കല്യാണത്തിൽ പങ്കെടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ പോയാലും എൻ്റെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ടാവും, സുധിയുടെ ഫാമിലി ഉണ്ടാവും, അവരെങ്ങാനും ബീരാനെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, ഒരുപാട് ചോദ്യങ്ങളൊക്കെ പിന്നെ അവർക്ക് ബീരാനോട് ചോദിക്കാനുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബീരാനെ പ്ലീസ് പോകണം ബീരാനെ എന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ ഈ കല്യാണം അതിൻ്റെ അപ്പുറത്തെ പ്രധാനപ്പെട്ടതാ എനിക്ക് ഈ കല്യാണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ടേ. ബീരാൻ പറയും, ഈ പയ്യൻ ഫെബിൻ ആരാണെന്ന് നിനക്കറിയാവോ? എൻ്റെ പെങ്ങളുടെ മോനാ, എൻ്റെ മോനെ പോലെയാ അവൻ എനിക്കെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവാണ്. എനിക്കങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല എന്ന് ബീരാൻ ഉറപ്പിച്ച് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ബീരാനെ പ്ലീസ് ബീരാനെ, ബീരാനെ എങ്ങാനും ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അതോടെ തീർന്നു, എനിക്ക് പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ്റെ മുമ്പിൽ കള്ളക്കരച്ചിലൊക്കെ അഭിനയിക്കുവാണ് ശ്രുതി. കരച്ചിൽ കാണുമ്പോഴേക്കും ബീരാൻ്റെ മനസ്സലിയുന്നുണ്ട്. ബീരാൻ പറയുന്നുണ്ട്, ശ്രുതി വിഷമിക്കേണ്ട, ഞാൻ അവരുടെ കണ്ണിൽ പെടാതെ മാറി നടന്നോളാം, അതുപോലെ, അല്ലാതെ ഈ കല്യാണത്തിൽ നിന്നും എനിക്ക് മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയും, എന്നാൽ ശരി ബീരാനെ, അവരുടെ കണ്ണിൽ പെടാതെ നിന്നാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വേഗം വീട്ടിലോട്ട് പൊക്കണം, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവേണ്ട ഉത്തരവാദിത്വം ശ്രുതിക്കുക, കാരണം ഇവിടെ ഒരുപാട് ചടങ്ങുകൾ എനിക്ക് എൻ്റെ ഇതിൽ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കേണ്ടി വരും, അതിനു മുമ്പ് ശ്രുതി അവരെയും കൂട്ടി വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ കാര്യം ഞാൻ ഏറ്റു, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവരെയൊക്കെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോയിക്കോളാം, കല്യാണം കഴിയുന്നത് വരെ ബീരാൻ ഇവിടെ അവരുടെ മുമ്പിലൊന്നും വന്ന് നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും ബീരാൻ അത് സമ്മതിക്കുവാണ്. അങ്ങനെ ശ്രുതിക്ക് പകുതി ആശ്വാസമാവാണ്. പക്ഷെ അതുപോലെ തന്നെ ടെൻഷനും ഉണ്ട്. ഇനി എങ്ങാനും സച്ചിൻ രേവതിയുടെ കണ്ണിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ തീർന്നല്ലോ, അതൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിൽ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കുവാണല്ലോ. അപ്പോൾ സുധിയെ നോക്കുമ്പോഴേക്കും ഇവർ കാണുന്നില്ലേ. സുധിയെ അന്വേഷിച്ച് മതിയാകുമ്പോഴേക്കും രവീന്ദ്രനും സച്ചിയും ശ്രീകാന്തും കൂടി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും നോക്കുമ്പോൾ സുധി ഇവരെക്കാളും മുമ്പേ ഇരുന്ന് അവിടെ ഇരുന്ന് ഇഡ്ഡലി തിന്നുകൊണ്ടിരിക്കുവാണ്. സച്ചിയും ശ്രീകാന്തും രവീന്ദ്രനും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. അവർ സുധീൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, എന്താടാ സുധി ഇതെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, പിന്നെ എനിക്ക് വിശന്നിട്ടും പാടില്ല, അതുകൊണ്ടാണ് ഞാൻ വന്ന് കഴിച്ചെന്നൊക്കെ പറയുവാണ്. ഇഡ്ഡലി സാമ്പാറും സൂപ്പറാ, നിങ്ങളും വന്ന് കഴിക്കുകയെന്നൊക്കെ സുധി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കല്യാണമല്ലേ. അപ്പോൾ ബീരാൻ ഒരുപാട് ഫോൺ കോൾസ് ഒക്കെ വരുന്നുണ്ട് ഹോളൊക്കെ അന്വേഷിച്ചിട്ട്. അപ്പോൾ ബീരാൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി ഇറച്ചിക്കടയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ബീരാനെ കണ്ടിട്ട് അടുത്തോട്ട് വരുവാണ്. ബീരാൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ടേ, ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്തത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലിക്കാരാണ് കേട്ടോ, ഓർഡർ എടുത്തത് വേറൊരാളാണെന്നൊക്കെ ബീരാനോട് പറയുന്നുണ്ട്. അപ്പോൾ ബീരാൻ ചോദിക്കും, അതാരാന്ന് പറയുമ്പോഴേക്കും ഈ ചേച്ചി രേവതി എങ്ങനെ അന്വേഷിക്കുവാണേ. അപ്പോഴേക്കും രേവതി പൂ കൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് പോവായിരിക്കും. ദേ ആ പോകുന്നത് കണ്ടില്ലേ, അവളാ ഇതിൻ്റെ ഓർഡർ എടുത്തെന്നൊക്കെ പറയുമ്പോഴേക്കും ബീരാൻ രേവതിയെ കണ്ടിങ്ങനെ ഷോക്കാവാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാനിപ്പോൾ വിളിച്ച് പരിചയപ്പെടുത്തി തരാമെന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയും, അതൊന്നും വേണ്ട, ആ കുട്ടി നല്ല തിരക്കില, പോയിക്കോട്ടെ, ഇനിയും പരിചയപ്പെടാൻ സമയമുണ്ടല്ലോ, ഞാനും ഇപ്പോൾ കുറച്ച് തിരക്കില, ഹോൾ അന്വേഷിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ എടുക്കുക, കഴിച്ചിട്ടൊക്കെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് ബീരാൻ എങ്ങനെയെങ്കിലും ഓരോരുത്തരുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഓടി അടുക്കളയിലോട്ട് തന്നെ പോവാണ് ബീരാൻ. പിന്നെ കാണിക്കുന്നത് ആ ചേച്ചിമാർ രേവതിയോടായിട്ട് ബീരാനെ കണ്ട കാര്യം സംസാരിക്കുവാണ്. രേവതിനോടായിട്ട് പറയുന്നുണ്ട്, രേവതി, ഞങ്ങൾ അന്ന് ഇറച്ചി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയില്ലേ, അയാളുടെ പെങ്ങളുടെ മോന ഈ കല്യാണ ചെക്കൻ എന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ നെട്ടുന്നുണ്ട്. അയാളാണോ? അന്നും മുഖം കാണാൻ പറ്റില്ല, ഇന്നും പരിചയപ്പെടാൻ പറ്റില്ല, അശോകനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പയ്യൻ്റെ മാമന് ഇറച്ചിക്കടയാണെന്ന്, പക്ഷേ പരിചയപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ ചേച്ചിമാർ പറയുന്നുണ്ട്, അതിനെന്താ രേവതി, നിങ്ങൾക്ക് പരിചയപ്പെടാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, ഏതായാലും ഇനി ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ നന്നായിട്ട് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി ആ പേര് പറഞ്ഞ് നമുക്ക് ഇറച്ചിക്കാശൊക്കെ കുറച്ച് മേടിക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, അത് ശരിയാന്നൊക്കെ പറഞ്ഞ് അവരുടെ സംസാരമാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയെ നിർത്തിയിട്ട് വർഷ ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. ചന്ദ്രയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രക്ക് സന്തോഷമാവുന്നുണ്ട്. ശ്രുതിയെ കാണുമ്പോഴേക്കും ശ്രുതിയെ നിർത്തി ചന്ദ്ര ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ രേവതിക്ക് സങ്കടമാവാണ്. കാരണം രേവതിയും ഒരു മോളെ പോലെ കണ്ടിരുന്നെങ്കിൽ ചന്ദ്രയുടെ കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ രേവതി നോക്കി നിൽക്കുന്നത് കാണുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി പണിയൊക്കെ കഴിഞ്ഞോ, വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് രേവതിയെ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് വിശന്നിട്ടും പാടില്ല, ഞാൻ കഴിക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, ആൻറ്റി പോണെങ്കിൽ പോട്ടെ, ആൻറ്റിയുടെ വിചാരം എന്താ വലിയ സെലിബ്രിറ്റി ആണെന്ന്, നമുക്ക് ഫോട്ടോ എടുക്കാം രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.